വളരെ ഈസി ആൻഡ് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഐറ്റം, പോരാണ്ട് ഫാറ്റ് ലോസ് വെയിറ്റ് ലോസ് സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ചീഞ്ചട്ടിലേക്ക് ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ജീരകം പൊട്ടിച്ചതിന് ശേഷം കൊത്തി അരിഞ്ഞ് ഇങ്ങനെ പച്ചമുളക് അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്, അതും കൊത്തി അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് വൈകിട്ട് എൻ്റെ പച്ച സ്മെല്ല് പോകുമ്പോൾ തക്കാളിയും കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ 100 grams ഓഫ് ഈ ഒരു വീട്ടിലുണ്ടാക്കിയ ലോ ഫാറ്റ് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള പനീർ ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്തിടണം. ഗ്രേറ്ററിലേക്ക് നോ പ്രോബ്ലം പിച്ച് ചെയ്ത് ഇട്ടാലും മതി. അപ്പം മീൻ വയൽ എൻ്റെ ചീഞ്ചട്ടി ഇവിടെ കരിഞ്ഞു പിടിച്ച്, ബിക്കോസ് അതിൻ്റെ അടിയിൽ കനമില്ല, നിങ്ങളുടെ മുമ്പിൽ തന്നെ കരിച്ച്. ഓക്കെ, അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വഴട്ടെ. എന്നിട്ട് ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്ത പനീർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു നമ്മൾ 3 to 5 minutes വരെ നന്നായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ കേട്ടിരുന്ന ഏതൊരു വീഡിയോയിൽ ദാറ്റ് സോൾട്ട് ഏറ്റവും അവസാനം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവണം എന്നുള്ളത്. അപ്പോൾ ഇതുവരെ ഞാൻ സോൾട്ട് ഇട്ടിട്ടില്ല ബൈ ദ വേ. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇവിടെ കൊത്തിയായിരുന്നു ഞാൻ മല്ലിയില ഇട്ടു, കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തു, നന്നായിട്ട് പ്രോട്ടീൻ അബ്സോർബ് ആവാനായിട്ട്. എന്നിട്ട് തൊണ്ടിന് ഇച്ചിരി ഘീ എന്ന് വെച്ചാൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡ്രൈനെസ് ഒന്നും ഫീൽ ആവാണ്ടിരിക്കാൻ ആൻഡ് ഗുഡ് ഫാറ്റ് നമ്മുടെ ബോഡിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ സാധാരണ റൊട്ടിയുടെ കൂടെയാണ് കഴിക്കാറ്, പക്ഷേ ഇന്ന് റോളറ്റിക്ക് വേണ്ടി നമ്മുടെ അടുത്തുണ്ട് പ്രോട്ടീൻ ബ്രെഡ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു പീസ് ആരും കഴിക്കണ്ട, കാരണം അത് ഉപ്പില്ല. ഞാനിപ്പോൾ പതുക്കെ ഓർത്ത് തന്നെയല്ലേ ഉള്ളൂ ലാസ്റ്റാണ് ഉപ്പിടണ്ടെന്നുള്ളത്. അപ്പം ഞാൻ മറന്നു തന്നെ പോയി. അപ്പോൾ അങ്ങനെ തന്നെ കുറച്ച് ലാസ്റ്റിൽ തൂവി ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ചാൽ ഓടിപ്പോയി വേഗം ഉണ്ടാക്കിക്കോ.